നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജീവകങ്ങൾ. നമുക്കറിയാം PSC പരീക്ഷയിൽ ജീവകങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കും കൂടിയാണ് ഇത്. ജീവകങ്ങൾ എന്ന ടോപ്പിക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. 2 പാർട്ടായിട്ട് ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. 2 പാർട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ജീവകങ്ങൾ എന്ന ടോപ്പിക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കും. ഈ ടോപ്പിക്കിൽ നിന്നും എല്ലാ ചോദ്യങ്ങൾക്കും മുഴുവൻ മാർക്ക് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്നാൽ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ജീവകങ്ങൾ എന്താണ്? ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിനും പ്രതിരോധ ശേഷിക്കും ആവശ്യമായ ഒരു ജൈവ സംയുക്തമാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവകങ്ങൾക്ക് വൈറ്റമിൻസ് എന്ന് പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക്. ആരാണ് ജീവകങ്ങൾക്ക് വൈറ്റമിൻസ് എന്ന പേര് നൽകിയത്? കാസിമർ ഫങ്ക്. ഇത് ഒരുപാട് തവണ PSCക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരും മറക്കരുത്, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചു. അപ്പോൾ വൈറ്റമിൻസ് എന്നുള്ളതില് വൈറ്റ എന്നത് ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം വരുന്നത് ജീവൻ, ലൈഫ്. ജീവൻ എന്ന അർത്ഥമുള്ള ഒരു ലാറ്റിൻ പദമാണ് വൈറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമീൻ എന്താണ്? നൈട്രജൻ അടങ്ങിയ ഒരു സംയുക്തമാണ് അമീൻ. ഇത് രണ്ടും കൂടെ ചേർത്താണ് വൈറ്റമിൻസ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിടെ ശരീരത്തിന് ആവശ്യമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? വൈറ്റമിൻ A, B, C, D, E, K. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങൾ. അടുത്തത് ജീവകങ്ങളെ കുറിച്ചുള്ള പഠനം. ജീവകങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ വൈറ്റമിൻസിനെ കുറിച്ചുള്ള പഠനം എന്താണ്? വിറ്റാമിനോളജി. വൈറ്റമിൻസിനെ കുറിച്ചുള്ള പഠനമാണ് വിറ്റാമിനോളജി. നമുക്ക് മൊത്തത്തില് 13 വൈറ്റമിൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആ 13 വൈറ്റമിൻസിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1 കൊഴുപ്പിൽ ലയിക്കുന്നവ, 2 ജലത്തിൽ ലയിക്കുന്നവ. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ. രണ്ടാമത്തേത് ജലത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവയിൽ ഏതൊക്കെയാണ് പറഞ്ഞത് നോക്കാം. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ഇത്രയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവയിൽ വരുന്നത്. ഏതൊക്കെയാണ്? A, D, E, K. ഇത് എളുപ്പത്തിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാനായിട്ട് അടക്ക് എന്ന് ഓർത്ത് വെക്കാം. ADEK. അടുത്ത് ജലത്തിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവയിൽ വരുന്നത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ആണ്. വൈറ്റമിൻ ബിയോടൊപ്പം ബി കോംപ്ലക്സ് ജീവകങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. B1, B2, B3, B5, B6, B7, B9, B12. ഇതെല്ലാം വൈറ്റമിൻ ബിയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? വൈറ്റമിൻസിനെ 2 ആയിട്ട് തരംതിരിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? അടക്ക്, ADEK. ജലത്തിൽ ലയിക്കുന്നവ വൈറ്റമിൻ ബിയും ബി കോംപ്ലക്സും അതുപോലെ സിയും. ഓക്കെ. ഇനി നമുക്ക് ഓരോ ജീവകങ്ങളെ കുറിച്ചും പഠിക്കാം. ആദ്യം നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളായ വൈറ്റമിൻ A, D, E, K എന്നിവയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വൈറ്റമിൻ എനെ കുറിച്ച് പഠിക്കാം. വൈറ്റമിൻ എയുടെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ എയുടെ ശാസ്ത്രനാമം റെറ്റിനാൽ. എന്താണ്? റെറ്റിനാൽ. ഒരുപാട് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് വെക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനാൽ. ആരാണ് വൈറ്റമിൻ എ കണ്ടെത്തിയത്? എൽമർ മക്കല്ലം. ആരാണ് കണ്ടെത്തിയത്? എൽമർ മക്കല്ലം. എൽമർ മക്കല്ലം 1913 വെണ്ണയിൽ നിന്നാണ് ഈ ജീവകം എ അല്ലെങ്കിൽ വൈറ്റമിൻ എനെ വേർതിരിച്ച് എടുത്തത്. അപ്പോഴും മറന്നു പോകരുത്, ശാസ്ത്രീയ നാമം എന്താണ് വൈറ്റമിൻ എയുടെ? റെറ്റിനാൽ. ആരാണ് കണ്ടെത്തിയത്? എൽമർ മക്കല്ലം. ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുത്തത്? വെണ്ണയിൽ നിന്ന്. അടുത്ത് ജീവകം എ, വൈറ്റമിൻ എ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രൈറ്റ് ഐ. ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം എ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് PSC എക്സാംസിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്നാണ്. ഏതാണ്? ജീവകം എ. ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം എ.
അടുത്ത് കണ്ണ്, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. കണ്ണിന്റെ ആരോഗ്യത്തിനായാലും ത്വക്കിന്റെ ആരോഗ്യത്തിനായാലും അതുപോലെ കോശങ്ങളുടെ ആരോഗ്യത്തിനായാലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. കണ്ണ്, ത്വക്ക്, കോശം എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജീവകം എ. അടുത്ത് നമുക്ക് വൈറ്റമിൻ എയുടെ പ്രധാന ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കാം. ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ എ. ഒന്നാമത്തത് ഏതാണ്? ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്നു. അടുത്തെന്താണ്? ഇമ്മ്യൂണിറ്റി എന്താണ്? രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്താൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. അടുത്തെന്താണ്? കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന വൈറ്റമിനും ഏത് തന്നെയാണ്? വൈറ്റമിൻ എ. അപ്പോൾ ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്നു, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് വൈറ്റമിൻ എയുടെ ധർമ്മങ്ങൾ. ഒരിക്കൽ കൂടെ പറയാം. ഭ്രൂണ വളർച്ചയെ സഹായിക്കുന്നു, ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, പിന്നെ കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അടുത്ത് നമുക്ക് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണെന്ന് നോക്കാം. ക്യാരറ്റ് നമ്മൾ കഴിക്കുന്നതിലൂടെ ക്യാരറ്റിൽ എന്താണ്? കരോട്ടിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കരോട്ടിൻ എന്ന വർണ്ണവസ്തു നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകുമ്പോൾ ശരീരത്തിൽ വച്ച് തന്നെ എളുപ്പം ജീവകം എ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഈ വൈറ്റമിൻ എ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? പ്രോ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ക്യാരറ്റ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിനുള്ളിലെ കരോട്ടിൻ എന്ന വർണ്ണവസ്തു നമ്മുടെ ശരീരത്തിൽ വെച്ച് തന്നെ അത് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വൈറ്റമിൻ എ പ്രോ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് താഴോട്ട് നോക്കാം. ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവ് എത്രയാണ്? 1.5 to 2 മില്ലിഗ്രാം. ഒരു ദിവസം ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമായ ജീവകം എയുടെ അളവാണ് 1.5 to 2 മില്ലിഗ്രാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിൽ അധികമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ എ. ശരീരത്തിൽ അധികമായാൽ നമ്മുടെ കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമ്മുടെ ഐയുമായിട്ട് കണ്ണുമായി ബന്ധപ്പെട്ടായിരിക്കും വൈറ്റമിൻ എയിൽ നിന്നും ചോദിക്കുന്നത്. കണ്ണുമായി ബന്ധപ്പെട്ട് ഏത് വൈറ്റമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വൈറ്റമിൻ എ ആയിരിക്കും ആൻസർ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ശരീരത്തിൽ അധികമായ കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതെഴുതാം? വൈറ്റമിൻ എ. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോവല്ലേ. കണ്ണുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലും വൈറ്റമിൻ എ തന്നെയാണ്, വ്യത്യസ്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും വൈറ്റമിൻ എ എന്ന് തന്നെയാണ് ആൻസർ. അടുത്തത് കണ്ണുമായി ബന്ധപ്പെട്ട കോശങ്ങളാണ്. 2 കോശങ്ങളുണ്ട്. ഒന്നാമത്തത് റോഡ് കോശങ്ങളും രണ്ടാമത്തത് കോൺ കോശങ്ങളും. എന്താണ് റോഡ് കോശങ്ങൾ? മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്ന കോശങ്ങളെയാണ് റോഡ് കോശങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അടുത്ത് എന്താണ് കോൺ കോശങ്ങൾ? വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നതിനെയാണ് കോൺ കോശങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ചുവപ്പ്, പച്ച, നീല ഇതുപോലുള്ള നിറങ്ങളെ പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പോൾ വേറെ ഒന്നുമല്ല, റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നു. കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ വർണ്ണ വസ്തുക്കളെ കാണാൻ പറ്റുന്നതാണ് കോൺ കോശങ്ങൾ. ഇത് ജസ്റ്റ് കാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അടുത്ത് നമുക്ക് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ക്യാരറ്റിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ബാക്കി ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഫിഷിന്റെ ലിവർ, അതുപോലെ ഗോട്ടിന്റെ ലിവർ, ചിക്കൻ ലിവർ, ബീഫ് ലിവർ. ഇതിന്റെ എല്ലാത്തിന്റെ ലിവറില് വൈറ്റമിൻ എ അമിതമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബാക്കി എഗ് യോക്ക്, മിൽക്ക് ആൻഡ് ബട്ടർ. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബീഫ് ലിവർ ആയാലും ചിക്കൻ ലിവർ ആയാലും അതുപോലെ തന്നെ മിൽക്ക്, ബട്ടർ ഇതെല്ലാം നമുക്ക് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത് ഇനി സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, കരോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികൾ, ഇലക്കറികൾ, ഇതിലെല്ലാം ധാരാളമായിട്ടും വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കോളും.
വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഒന്നാമത്തത് നിശാന്തത. എന്താണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്? വെളിച്ചം കുറവുള്ള അവസ്ഥയിലോ രാത്രി കാലങ്ങളിലോ കണ്ണിന്റെ കാഴ്ച ശക്തി കുറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിശാന്തത. പക്ഷെ ഇവർക്ക് പകൽ സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കാഴ്ച കാണാനൊക്കെ പറ്റും. ഈ മങ്ങിയ വെളിച്ചത്തില് അല്ലെങ്കിൽ രാത്രി സമയത്ത് അല്ലെങ്കിൽ ഈ വെളിച്ചമൊന്നും ഇല്ലാത്ത സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത്? നിശാന്തത. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അടുത്ത രോഗമാണ് സിറോഫ്താൽമിയ. എന്താണ് സിറോഫ്താൽമിയ? ലളിതമായി പറഞ്ഞാൽ കണ്ണിന് ആവശ്യമായ ഈർപ്പം നിലനിർത്താൻ സാധിക്കാതെ കണ്ണുകൾ പൂർണ്ണമായിട്ടും വറ്റി വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഇത് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് കാഴ്ച ശക്തിനെ തന്നെ ഇതെന്ത് ചെയ്തേക്കാം? ബാധിക്കാം. അപ്പോഴ് നമ്മുടെ കണ്ണില് ഉണ്ടാകുന്ന കണ്ണിന്റെ കോർണറിലൊക്കെ വരുന്ന ഒരു വരണ്ടു പോകുന്ന കണ്ണിന്റെ കണ്ണുനീരൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ സിറോഫ്താൽമിയ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് കറക്റ്റ് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായ കറക്റ്റ് സമയത്ത് നമുക്ക് അതിന് ചികിത്സയൊക്കെ നേടേണ്ടതുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ജീവകം ഡിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവകം ഡിയുടെ രാസനാമം. എന്താണ് ജീവകം ഡിയുടെ രാസനാമം? കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. ആരും മറന്നു പോവല്ല, ഇതെല്ലാം ഓർത്തു വെക്കണം. എല്ലാ വൈറ്റമിൻസിന്റെയും രാസനാമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഓർത്തു വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. ആരാണ് ജീവകം ഡി കണ്ടെത്തിയത്? എഡ്വേർഡ് മെല്ലൻബി. എഡ്വേർഡ് മെല്ലൻബി ആണ് ജീവകം ഡി കണ്ടെത്തിയത്. 1919 നടത്തിയ ഗവേഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ ജീവകം ഡിനെ കണ്ടെത്തിയത്. ജീവകം ഡി എന്ന പേര് നൽകിയത് ആരാണ്? എൽമർ മക്കല്ല. ആരാണ് ജീവകം ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന പേര് നൽകിയത് ആരാണ്? എൽമർ മക്കല്ല. അപ്പോഴ് രാസനാമം കാൽസിഫെറോൾ, കണ്ടെത്തിയത് എഡ്വേർഡ് മെല്ലൻബി ആണ്. അതിന് വൈറ്റമിൻ ഡി എന്ന് പേര് നൽകിയത് ആരാണ്? എൽമർ മക്കല്ല. വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഡി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൺഷൈൻ വൈറ്റമിൻ. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ത്വക്കിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അതുകൊണ്ടാണ് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തില് ഈ വൈറ്റമിൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണ്? വൈറ്റമിൻ ഡി. ഏതാണ്? നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഡി. ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വൈറ്റമിൻ ഡിയുടെ ധർമ്മങ്ങൾ, പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ആഗിരണം ചെയ്യുന്നു. എന്നിട്ട് ഈ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാചയ പ്രവർത്തനത്തില് പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്. അപ്പോഴെന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആഗിരണം ചെയ്യുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും വൈറ്റമിൻ ഡി ആണ്. അടുത്ത രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. രക്തസമ്മർദ്ദം BP അത് നിയന്ത്രിക്കുന്നു. ഷുഗറിന്റെ ലെവല് നിയന്ത്രിക്കുന്നു. പിന്നെ ഹൃദയാരോഗ്യം, മാനസികാരോഗ്യം, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇതെല്ലാം മെച്ചപ്പെടുത്താനായിട്ട് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യുന്നു, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, രക്തസമ്മർദ്ദം, ഷുഗർ ഇവയെല്ലാം നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യം, മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത് ഇതിനെല്ലാം, അതുപോലെ ഹാർട്ട്, സ്ട്രോക്ക് ഇതെല്ലാം മെച്ചപ്പെടുത്തുന്ന അതിന്റെയൊക്കെ ആരോഗ്യത്തിനെ നിയന്ത്രിക്കുന്നതും ആരാണ്? വൈറ്റമിൻ ഡി ആണ്. അടുത്ത പ്രോ വൈറ്റമിൻ നോക്കാം. വൈറ്റമിൻ D2 അല്ലെങ്കിൽ ജീവകം D2ന്റെ പ്രോ വൈറ്റമിൻ ഏതാണ്? എർഗോസ്റ്റിറോൾ. ഇവിടെ എർഗോ കാൽസിഫെറോൾ എന്നാണ്, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, എർഗോസ്റ്റിറോൾ ആണ്. എന്താണ്?
ജീവകം D2ന്റെ പ്രോ വൈറ്റമിൻ എന്താണ്? എർഗോസ്റ്റിറോൾ. ഈ എർഗോസ്റ്റിറോൾ നമുക്ക് സസ്യങ്ങളിൽ നിന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ എർഗോസ്റ്റിറോൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ D3 അല്ലെങ്കിൽ ജീവകം D3യുടെ പ്രോ വൈറ്റമിൻ ഏതാണ്? കോളികാൽസിഫെറോൾ ആണ്. കോളികാൽസിഫെറോൾ ഏതാണ്? കോളികാൽസിഫെറോൾ. ഇത് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? മൃഗങ്ങളിൽ നിന്നാണ് ഇത് കാണപ്പെടുന്നത്. മൃഗങ്ങളിലൊക്കെ അത് അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്കിത് ലഭിക്കുന്നത്. അപ്പോൾ ജീവകം D2ന്റെ പ്രോ വൈറ്റമിൻ ഏതാണ്? എർഗോസ്റ്റിറോൾ. ജീവകം D3യുടെ പ്രോ വൈറ്റമിൻ ഏതാണ്? കോളികാൽസിഫെറോൾ. D2 എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സസ്യങ്ങളിൽ നിന്നും. D3 കോളികാൽസിഫെറോൾ എവിടെ നിന്നാണ്? മൃഗങ്ങളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നു. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ഇതും ഒരുപാട് തവണ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഇത് ഏത് വൈറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ ഡി. ഏതാണ്? വൈറ്റമിൻ ഡി. റിക്കറ്റ്സ് അത് കുട്ടികളിൽ കാണുന്ന ഒരു ക്ഷയം പോലത്തെ അസ്ഥിക്ഷയം പോലത്തെ രോഗമാണ് റിക്കറ്റ്സ്. അതുപോലെ അടുത്തത് ഓസ്റ്റിയോമലേഷ്യ. അത് മുതിർന്നവരിൽ കാണുന്നതാണ്. അപ്പോൾ ഈ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഈ രണ്ടു പേരും ആരും മറന്നു പോകരുത്. അത് വൈറ്റമിൻ ഡി ആണ്. ഓക്കെ. അപ്പോഴ് നമ്മൾ ഇത്രയാണ് നമുക്ക് ജീവകം ഡിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും ഓർത്തു വെക്കുക, ഇത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. ആരാണ് കണ്ടെത്തിയത്? എഡ്വേർഡ് മെല്ലൻബി. പേര് നൽകിയത് ആരാണ്? എൽമർ മക്കല്ല. അടുത്ത പിന്നെ എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ്. അടുത്തെന്താണ്? എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക്, അത് ആരും മറന്നു പോവല്ലേ, എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. പിന്നെ അതിന്റെ ധർമ്മങ്ങളെല്ലാം നമ്മൾ നോക്കി, അതെല്ലാരും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അടുത്ത അതിന്റെ പ്രോ വൈറ്റമിൻ എന്താണ്? ജീവകം D2 D3. D2ന്റേത് എന്താണ്? എർഗോസ്റ്റിറോൾ, സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. D3 എന്താണ്? കോളികാൽസിഫെറോൾ, മൃഗങ്ങളിൽ കാണപ്പെടുന്നു. പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് അതിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. റിക്കറ്റ്സ് പഠിക്കുമ്പോൾ കണ എന്നും കൂടെ പഠിച്ചു വെക്കുക. നമുക്ക് ജീവകം ഇ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയെ പറ്റി പഠിക്കാം. എന്താണ് വൈറ്റമിൻ ഇയുടെ രാസനാമം? ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ ഇയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. രണ്ടാമത്തത് സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായിട്ട് കാണപ്പെടുന്നു. ഈ വൈറ്റമിൻ ഇ സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായിട്ട് കാണപ്പെടുന്നു. ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ, അതായത് നമ്മുടെ ശരീരത്തിനൊക്കെ ശരിയായ പ്രവർത്തനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഇ. പ്രോസ്റ്റാഗ്ലാൻഡിൻ നിർമ്മാണത്തിന് പങ്കുവഹിക്കുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻ നിർമ്മാണത്തിന് പങ്കുവഹിക്കുന്നുണ്ട്. പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ആണ്. ഇത് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ആണ്. പിന്നെ ഫ്രീ റാഡിക്കലിന്റെ ആക്രമണത്തിൽ നിന്നും ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്ന വൈറ്റമിനും കൂടിയാണ് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. ഇത് ഓർത്തു വെക്കുക. ബ്യൂട്ടി വൈറ്റമിൻ ഇത് പലതവണയായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഓർമ്മിച്ചു വെക്കുക. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. പിന്നെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. അതുപോലെ ശ്വാസകോശ ക്യാൻസർ, ആമാശയ ക്യാൻസർ, വായിലെ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ ഇവയെല്ലാം തടയാൻ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ,
വായിലെ ക്യാൻസർ, മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, ഇവയെല്ലാം തടയാനായിട്ട് അല്ലെങ്കിൽ ഇവ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വന്ധ്യത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ പേശി ബലക്ഷയം, നാഡീ സംബന്ധമായ തകരാറുകൾ, ഇതൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇനി ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എണ്ണകൾ, പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, അതുപോലെ നിലക്കടല എണ്ണ, അതുപോലെ തന്നെ മുളപ്പിച്ച പയറ്, മൃഗക്കൊഴുപ്പ്, പശുവിൻ പാല്, ഇതിലെല്ലാം നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ ഇ ലഭിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, മുളപ്പിച്ച പയറ്, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ എണ്ണകൾ, പശുവിൻ പാല്, മൃഗക്കൊഴുപ്പ്, ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് ജീവകം ഇ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ ഇയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും എന്താണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വൈറ്റമിൻ ഇ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം. ഹൃദയത്തെ സംരക്ഷിക്കുന്നു, സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യാപകമായിട്ട് കാണുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ ആണ്, ഫ്രീ റാഡിക്കലിന്റെ ആക്രമണത്തിൽ നിന്നും ശരീരകോശങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു. പിന്നെ പ്രോസ്റ്റോഗ്ലാൻഡിൻ നിർമ്മാണത്തിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. അതുപോലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. പിന്നെ നമ്മുടെ ശ്വാസകോശ ക്യാൻസർ, ആമാശയ ക്യാൻസർ, വായിലെ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, ഇവയെല്ലാം തടയാൻ സഹായിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വന്ധ്യത, പേശി ബലക്ഷയം, നാഡീ സംബന്ധമായ തകരാറുകൾ. പിന്നെ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കുന്നത്? എണ്ണകൾ എന്ന് പറയുമ്പോൾ പരുത്തിക്കുരു എണ്ണ, നിലക്കടല എണ്ണ, സൂര്യകാന്തി എണ്ണ, അതുപോലത്തെ എണ്ണകളിൽ നിന്നും, മൃഗക്കൊഴുപ്പ്, പശുവിൻ പാല്, മുട്ടയുടെ മഞ്ഞക്കരു, മുളപ്പിച്ച പയർ, ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അടുത്ത് നമുക്ക് വൈറ്റമിൻ കെയെ പറ്റി പഠിക്കാം. ജീവകം കെ. എന്താണ് വൈറ്റമിൻ കെയുടെ രാസനാമം? ഫിലോക്വിനോൺ. എന്താണ്? ഫിലോക്വിനോൺ ആണ്. ഇന്നാണ്, ഇന്നല്ല, ഇൻ. ഫിലോക്വിനോൺ. എന്താണ്? വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? ഫിലോക്വിനോൺ. ആരാണ് വൈറ്റമിൻ കെയെ കണ്ടെത്തിയത്? ആരാണ്? ഹെൻറി ഡാം. ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ഡാം. ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആന്റി ഹെമറാജിക് വൈറ്റമിൻ. അടുത്ത് നമുക്ക് വൈറ്റമിൻ കെയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. പിന്നെ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. എല്ലുകളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പല്ലിന്റെ ആരോഗ്യത്തിനൊക്കെ ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അടുത്ത് വൈറ്റമിൻ കെ നമുക്ക് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ലഭിക്കുന്നത്? ഇലക്കറികൾ, സോയാബീൻ, ഉരുളക്കിഴങ്ങ്, മുട്ടയുടെ മഞ്ഞക്കരു, തക്കാളി, ചീര, ക്യാബേജ്, ഇതിലൊക്കെ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ കെ ലഭിക്കുന്നത്. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സം. അതാണ് വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ കെയെ പറ്റി പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ നോക്കാം. എന്താണ് വൈറ്റമിൻ കെയുടെ രാസനാമം? എന്താണ്? ഫിലോക്വിനോൺ. ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ഡാം. ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ഡാം. ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ.
അതുപോലെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ, എല്ലിന്റെയും ഹൃദയത്തിന്റെയും കരളിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് വൈറ്റമിൻ കെ ലഭിക്കുന്നത്? ഇലക്കറികൾ, സോയാബീൻ, മുട്ടയുടെ മഞ്ഞക്കരു, തക്കാളി, ചീര, കാബേജ് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിനുള്ള തടസ്സം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വൈറ്റമിൻ കെയെ പറ്റി പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ നോക്കാം. എന്താണ് വൈറ്റമിൻ കെയുടെ രാസനാമം? എന്താണ്? ഫിലോക്വിനോൺ. ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ഡാം. ആരാണ് കണ്ടെത്തിയത്? ഹെൻറി ഡാം. ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതുപോലെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വൈറ്റമിൻ, എല്ലിന്റെയും ഹൃദയത്തിന്റെയും കരളിന്റെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് വൈറ്റമിൻ കെ ലഭിക്കുന്നത്? ഇലക്കറികൾ, സോയാബീൻ, മുട്ടയുടെ മഞ്ഞക്കരു, തക്കാളി, ചീര, കാബേജ് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിനുള്ള തടസ്സം. ഇത്രയാണ് എന്തോന്ന് നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ഏതൊക്കെയാണ്? അടക്ക്, വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഈ 4 വൈറ്റമിനുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ. അപ്പോൾ ഈ 4 വൈറ്റമിനെയും കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇതെല്ലാം നോട്ട് എഴുതി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് രാസനാമവും കണ്ടെത്തിയത് ആരെന്നും അതിന്റെ അപര്യാപ്ത രോഗങ്ങളും ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഇതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണം. അതുപോലെ ഇതിന്റെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ, നമ്മളിപ്പോ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് പഠിച്ചത്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് നമ്മൾ പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് ഉണ്ടാവണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.